ഹലോ പ്രിയമുള്ളവരെ, ഇന്ന് കാലത്ത് ടി വിയിലൊരു വാർത്ത കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. എന്ത്? പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ തിരുവായ്ക്ക് എതിർവായോ? അതും മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ എതിർത്ത് ഒരക്ഷരം മിണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കാതിരിക്കാൻ തോമസ് ഐസക്കിനെയും സുധാകരനെയും ശ്രീമതി ടീച്ചറിനെയും പോലുള്ള അതികായരെയെല്ലാം വെട്ടി വീഴ്ത്തി ചപ്പും ചവറും കുന്തവും കുടച്ചക്രവും ഒക്കെ തപ്പിത്തടഞ്ഞുകൂട്ടി മുത്തുമാല പോലൊരു മന്ത്രിസഭയുണ്ടാക്കി ഇവിടെ കഴുത്തിലിട്ട് നടന്ന് മഹാരാജാവായി ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദമുയർന്നിരിക്കുന്നത്. ഈ ശബ്ദം നിസ്സാരമായൊരു ശബ്ദമല്ല, തൻ്റെ മഹാനായ ദത്തുപുത്രനെതിരെയാണ് ശബ്ദിച്ചിരിക്കുന്നത്. അതും തനിക്ക് വേണ്ടി നിരവധി സേവനങ്ങൾ ചെയ്തു തന്നിരുന്ന, അതായത് RSSകാരെ പോലും ഒത്താശ ചെയ്യാൻ മടി കാണിക്കാതെ അവരുടെ വീടുകൾ തേടിപ്പോയ മഹാമാന്യൻ. അത് പോയിട്ട് ക്വാർട്ടേഴ്സിലെ തേക്കുമുറി കൂടാതെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച് കൈക്കൂലിപ്പണത്തിന് കൂറ്റൻ ബംഗ്ലാവ് വയ്ക്കുന്നതിലുപരിയുള്ള നിരവധി കേസുകളിൽ അവസാനം ഒത്താശ ചെയ്ത് തൃശ്ശൂർ പൂരമുള്ള സകല പൂരങ്ങളും കലക്കി തനിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന തൻ്റെ ദത്തുപുത്രനെ സകലതും ചിലവഴിച്ച് അദ്ദേഹത്തെ വെളുപ്പിച്ചെടുത്ത് അടുത്ത DGP ആക്കാൻ അവരോധിക്കാനായി കാത്തു നിൽക്കുമ്പോഴാണ് നിലവിലെ ADGP അജിത് കുമാറിനെതിരെ അദ്ദേഹം ശബ്ദിച്ചിരിക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കുന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അദ്ദേഹത്തെ റവന്യൂ മന്ത്രി ഫോൺ ചെയ്തിട്ട് ഫോൺ എടുത്തു പോലുമില്ലെന്ന്. അങ്ങനെ DGPക്ക് മൊഴി കൊടുത്ത് അദ്ദേഹത്തെ അടുത്ത DGP ആക്കാതിരിക്കാനായി ശ്രമിക്കുന്ന K. രാജൻ ചെയ്തിരിക്കുന്നത് TP ചന്ദ്രശേഖരൻ ചെയ്തതിനേക്കാൾ ക്രൂരമായ അപരാധമാണ്. 52 വെട്ടല്ല, 502 വെട്ട് K. രാജന് പ്രതീക്ഷിക്കാം. പക്ഷെ എന്ത് ചെയ്യാം? ഇപ്പോൾ ആ വെട്ടുന്നതിന് മുമ്പ് ഓർക്കുക, ഏതായാലും മന്ത്രിസഭയിൽ, അതും പിണറായി തമ്പുരാൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാൻ ഒരു ആൺകുട്ടി ഉണ്ടായതിൽ അദ്ദേഹത്തെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിലുപരി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ 1000 ആശംസകൾ അർപ്പിക്കുന്നു. K. രാജൻ എന്ന കമ്മ്യൂണിസ്റ്റ്